കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാണല്ലോ. പിണറായി സർക്കാരിന്റെ അവസ്ഥ ഏതാണ്ട് ഇപ്പോൾ അതേപോലെയാണെന്ന് പറയാം. ഭരണ തുടർച്ചയെന്ന മോഹം അപ്രാപ്യമാണെന്ന് മനസ്സിലാക്കിയ സർക്കാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുതിയ പദ്ധതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ജനങ്ങളെ പറ്റിക്കാമെന്ന ചിന്തയിൽ കപ്പിത്താനും സംഘവും ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് RRTS എന്ന പുതിയൊരു അഭ്യാസമാണ്. പേര് കേട്ട് പുതിയ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പൊടി പിടിച്ചുപോയ കേരയിൽ എന്ന സിൽവർ ലൈൻ പദ്ധതിയുടെ പേരൊന്നു മാറ്റി പരിഷ്കരിച്ചെന്ന് മാത്രം. കേരയിൽ എന്ന സിൽവർ ലൈൻ പദ്ധതിയുടെ അനിശ്ചിതത്വത്തിന് മേൽ കെട്ടിയുയർത്തുന്ന ഈ പുതിയ വികസന നാടകം യഥാർത്ഥത്തിൽ കേരളത്തെ രക്ഷിക്കാനല്ല, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ അവസാനത്തെ തന്ത്രം മാത്രമാണ് എന്ന് വ്യക്തമാണ്. 4.5 വർഷക്കാലം കേരയിൽ വരും, വന്നേ തീരൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കേരളത്തിലുടനീളം ഓടി നടന്ന് മഞ്ഞക്കല്ലുകൾ സ്ഥാപിച്ച ആ വാശി ഇപ്പോൾ സർക്കാർ തന്നെ വിഴുങ്ങിയിരിക്കുകയാണ്. കേന്ദ്രാനുമതി ലഭിക്കാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് പ്രായോഗികമല്ലെന്ന് വിദഗ്ധർ അന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോഴും അതിനെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയ സർക്കാരാണ് ഇപ്പോൾ സിൽവർ ലൈനിന്റെ പേര് പോലും പറയാതെ പുതിയ പദ്ധതിയിലേക്ക് എടുത്തു ചാടിയത്. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും സാങ്കേതികമായ തടസ്സങ്ങൾക്കും ഒടുവിൽ സിൽവർ ലൈനിലായി ചെലവാക്കിയ 51.26 കോടി രൂപയുടെ നഷ്ടം മാത്രമാണ് ഇപ്പോൾ സർക്കാരിന് അവകാശപ്പെടാനുള്ളത്. ഇപ്പോഴത്തെ RRTS പ്രേമത്തിന് പിന്നിൽ വ്യക്തമായ 2 രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അതിവേഗ പാതയ്ക്ക് വേണ്ടി ഞങ്ങളിതാ ഇപ്പോഴും ആഞ്ഞു ശ്രമിക്കുന്നു എന്നൊരു പ്രതീതി വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതികൾ കേന്ദ്ര സർക്കാർ നേരത്തെ ഏറ്റെടുത്ത് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോകുന്നത് തടയുക എന്നതാണ് രണ്ടാമത്തെ തന്ത്രം. ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരം പുതിയൊരു പദ്ധതിയുടെ പ്രാഥമിക റിപ്പോർട്ട് പോലും തയ്യാറാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും ഈ നാടകം തുടരുന്നത് 10 വർഷത്തെ ഭരണം കൊണ്ട് എടുത്തു പറയാൻ തക്കവണ്ണം ഒരു മെഗാ പ്രൊജക്ട് പോലും സർക്കാരിന് ഇല്ലാത്തതുകൊണ്ടാണ്. കൊച്ചി മെട്രോയുടെ പിതൃത്വത്തെ ചൊല്ലി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി P. രാജീവും മുൻ വ്യവസായ മന്ത്രി P. കുഞ്ഞാലിക്കുട്ടിയും കൊമ്പുകോർത്തത് നമ്മൾ കണ്ടതാണ്. 10 വർഷം ഭരിച്ചിട്ട് എന്ത് മെഗാ പദ്ധതി ഉണ്ടെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അത് ശരിയാണല്ലോ എന്ന് സർക്കാരിനും തോന്നിയത്. അങ്ങനെ അവസാന നിമിഷം RRTS എന്ന പേര് മാറ്റി എഴുതി ജനങ്ങളെ വീണ്ടും വിശ്വസിപ്പിക്കാനാണ് നീക്കം. കോവളം ബേക്കൽ ജലപാതയിൽ ഇന്നും ഒരു ബോട്ട് പോലും ഓടിക്കാനായിട്ടില്ല. ദേശീയപാത വികസനമാകട്ടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന പദ്ധതി ആയതിനാൽ അതിന്റെ മുഴുവൻ അവകാശവാദം ഉന്നയിക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ പുതിയൊരു ചീട്ടുകൊട്ടാരം പണിയുന്നത്. സിൽവർ ലൈനും RRTSഉം തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ സർക്കാരിന് ആകെ 2 വ്യത്യാസങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. സർക്കാർ കാണുന്ന പ്രധാന വ്യത്യാസം കേന്ദ്രത്തിൽ 2 പദ്ധതികളും 2 വകുപ്പിന് കീഴിലാണ് എന്നതാണ്. RRTSന് വേണ്ടി റെയിൽവേ ബോർഡിന് അനുമതിക്കായി കാത്തു നിൽക്കേണ്ടതില്ല. നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് മെട്രോ റെയിൽ പദ്ധതികൾ വരുന്നത്. റെയിൽവേ നിയമത്തിന് പകരം മെട്രോ നിയമമാകും RRTSന് ബാധകമാവുക. എന്നാൽ കേന്ദ്രം രാഷ്ട്രീയ തീരുമാനം എടുത്തിരുന്നെങ്കിൽ റെയിൽവേയുടെ എതിർപ്പ് മാറുമായിരുന്നു എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുണ്ടായില്ല. ഇതേ സമീപനം RRTSനോടും കേന്ദ്രം സ്വീകരിച്ചാൽ വീണ്ടും ബുദ്ധിമുട്ടാകും. സിൽവർ ലൈനിന് വേണ്ടി സ്ഥാപിച്ച കല്ലുകൾ ഇന്നും ആയിരക്കണക്കിന് ഭൂ ഉടമകളുടെ ജീവിതത്തിൽ വലിയൊരു തടസ്സമായി തുടരുമ്പോൾ പുതിയൊരു പദ്ധതിയുടെ പേരിൽ വീണ്ടും സർവേയും ധൂർത്തും നടത്തുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. സിൽവർ ലൈൻ വഴി നഷ്ടപ്പെട്ട വിശ്വാസ്യത പിടിച്ചെടുക്കാൻ പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞെന്ന പോലെ RRTS വിളമ്പുന്ന സർക്കാർ വരും തലമുറയെ എത്രത്തോളം വലിയ കടബാധ്യതയിലേക്കാണ് തള്ളിവിടുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. വോട്ടർമാരെ കബളിപ്പിക്കാനുള്ള ഈ വെറും പ്രതീതി വികസനം കൊണ്ട് ഭരണവിരുദ്ധ തരംഗത്തെ മറികടക്കാമെന്നത് പിണറായി സർക്കാരിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. പദ്ധതിയുടെ പേര് മാറ്റിയിട്ടുണ്ടാകാം, പക്ഷേ ഈ തട്ടിപ്പ് രാഷ്ട്രീയത്തിന് ഇന്നും മാറ്റമില്ലെന്ന് കേരളം ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.